നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. മഹാമാഘ മഹോത്സവം, അതായത് കേരളത്തിൻ്റെ കുംഭമേള എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം, അത് ഞാൻ കേവലം ഒരു സംഭവം എന്ന് പറയാൻ പാടില്ല ഒറ്റ വാക്കിൽ. കാരണം അതൊരു വലിയ മഹാസംഭവമായി തന്നെ ഇവിടെ പര്യവസാനിക്കുകയാണ് തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത്. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരത്തിൽ നാവായിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരത്തിൽ നാവായിൽ. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ കുംഭമേള എന്തിനാണ് നടത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു മഹാമാഘ മഹോത്സവം എന്തിനാണ് നടത്തിയത്? 128 വർഷങ്ങൾക്ക് മുമ്പേ നടന്നു പോന്നിരുന്ന ഒരു മഹത്തായ ഒരു സംഗതി. അതിൻ്റെ ഹിസ്റ്ററിക്കലായിട്ട് അത് വാസ്തവമായ സംഗതിയായിരുന്നു. അത് തിരുനാവായ എന്ന് പറയുന്ന നിളാനദിയുടെ തീരത്ത് അടുത്ത രാജപ്രതിനിധി ആരായിരിക്കണം, അല്ലെങ്കിൽ രാജാവ് ആകുന്ന വാഴിക്കേണ്ട ആൾ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് സംഭവം എന്ന് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അന്ന് ഇത് ഒക്കെ നടന്നിരുന്നത് പെരുമാൾ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് അതിനു മുന്നേ തൊട്ടേ ഈ സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കേട്ടിടത്തോളം ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇത് നടന്നു പോരുന്ന സമയത്ത് അവിടെ തീരുമാനിക്കുന്ന ഏറ്റവും കഴിവ് തെളിയിക്കുന്ന ഭരണാധികാരിയായിരിക്കണം കേരളം. അന്നത്തെ അഖണ്ഡ കേരളം എന്ന് തന്നെ പറയാം. കേരളത്തിലെ ഏതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളം എങ്ങനെ കിടന്നു എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആ ഒരു സമയത്തെ നാട്ടിൽ രാജാക്കന്മാരൊക്കെ ചേർന്ന് ഭരിക്കുന്ന മൊത്തത്തിൽ ആ ഒരു സമയത്ത് ഈ കേരള സംസ്ഥാനം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം, ആ ഒരു ഏരിയ ആര് ഭരിക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത് ഈ ഒരു ഉത്സവത്തിൽ കൂടിയായിരുന്നു. ഇത് മാമാങ്കം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. നമുക്കറിയാം, മാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരത്തിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തരംഗിണിയുടെ കാസറ്റിൽ നിന്ന് നമ്മൾ കേട്ടിരിക്കുന്ന പാട്ടുകളാണ്. ഇതൊക്കെ എഴുതിയത് പ്രശസ്തരായ എഴുത്തുകാരും ചരിത്രം അറിയാവുന്നവരും എഴുതിയ പാട്ടുകളാണ്. അപ്പോൾ എന്തായാലും ഇത് നടന്നിരുന്ന ഒരു സംഭവമാണ്. അതിനെ പുനർവിഭാവനം ചെയ്ത് കൊണ്ടുവരിക, വിഭാവനമല്ല, തീർച്ചയായും അതിൻ്റെ ശരിയായ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ആ ഒരു ഭാരതപ്പുഴ എന്ന് പറയുന്ന പുഴ, ശാന്തമായി ഒഴുകുന്ന ആ പുഴയുടെ ആ ഒരു തീരത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് ആൾക്കാർ ഇത്രയധികം ജനങ്ങൾ വന്ന് ഇങ്ങനെ മുങ്ങിക്കുളിച്ച് പോകുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പല ചാനലുകൾ, എല്ലാ ചാനലുകളും ഒന്നും ഇത് കാണിക്കുന്നില്ലെങ്കിലും പല പ്രസക്തമായ യൂട്യൂബ് ചാനലുകൾ അത് കാട്ടിത്തന്നു. നമുക്ക് ജനൻ TV പോലുള്ള ചരിത്രപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാവുന്ന നമ്മുടെ സാധുക്കളും സന്യാസിമാരും ഒക്കെ അവർ പറഞ്ഞു തന്നു. ഇത് ഒരു ത്രിശക്തി സംഗമമാണ്, ത്രിമൂർത്തി സംഗമ സ്ഥാനമാണെന്നും അതിൻ്റെ കേന്ദ്രമാണ് ഇവിടെ എന്നും അതുകൊണ്ടാണ് അവിടെ മുങ്ങിക്കുളിക്കുമ്പോൾ പ്രത്യേകിച്ച് മകരസംക്രാന്തി സമയങ്ങൾ കഴിയുന്നത്. അത് സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് മാറുന്ന ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ഒരു വൈബ് ആണ്, അവിടെ ഒരു എനർജിയാണ് അവിടെ ഉത്ഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കിയവർ അത് തന്നെ ശരിയാണെന്ന് ശരിവെക്കുന്ന തരത്തിലാണ് അവരുടെ സംസാരങ്ങളും അവരുടെ സാക്ഷ്യപ്പെടുത്തലും ഒക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നെങ്കിൽ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച നമ്മുടെ സംസ്ഥാന സർക്കാർ, അതുപോലെ തന്നെ മറ്റൊരു എതിർപ്പ് വന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ രണ്ട് സർക്കാരും ഭരിക്കുന്നത് നമുക്കറിയാം ഇടതുപക്ഷ പിന്തുണയോടെയുള്ള സർക്കാരാണ്. ഇവിടെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അതുപോലെ ഇടതുപക്ഷ പിന്തുണയുള്ള സർക്കാർ, ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുന്ന DMK സർക്കാരാണ് തമിഴ്നാട്ടിലും. അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഇതിന് എതിർപ്പ് വന്നു? കാരണം മറ്റൊന്നുമല്ല, ഇത്രയധികം ഹൈന്ദവരെ ഒത്തുകൂടുന്ന ഒരു മഹാമേളയായി ഇത് മാറരുത് എന്നുള്ളതുകൊണ്ട് മാത്രം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള ആ ഒരു കേന്ദ്രത്തിൽ നിന്ന്, തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് വന്ന കുറേ ഭക്തജനങ്ങളെ ജാഥയായി വന്നുകൊണ്ടിരുന്ന ജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് ഈ തമിഴ്നാട് സർക്കാർ അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചതെങ്കിൽ ഇവിടെ കളക്ടർ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ഇവിടെ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു മഹാമാഘ മഹോത്സവം നടത്തുവാനായിട്ട്. അവിടെ ഉണ്ടാകുന്ന അതായത് താൽക്കാലിക പാലം നിർമ്മിച്ചത് ഒക്കെ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും അത് നടത്താൻ അനുവാദം കിട്ടുകയും ഒക്കെ ചെയ്തത് ഒരു കാലത്തിൻ്റെ കാവ്യനിധി എന്ന് തന്നെ പറയാം. കാലം കാത്തുവച്ച കാവ്യനിധി എന്ന് തന്നെ പറയാം.
കാരണം ഇത്രയധികം ആൾക്കാർ അവിടെ എത്തുമെന്ന് അത് ഒരുപക്ഷെ അനുമതി കൊടുത്തപ്പോൾ പോലും ഒരു സർക്കാരും പ്രതീക്ഷിച്ച് കാണത്തില്ല. അപ്പം തീർച്ചയായും അതിൻ്റെ സംഘാടകരായിട്ടുള്ള സന്യാസിമാരും പ്രമുഖരുമൊക്കെ അവരൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറം ഭക്തജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയത്. ഇപ്പം ഉത്തരേന്ത്യയിൽ നിന്ന് പോലും വാരണാസിയിൽ നിന്ന് പോലും ഋഷിവര്യന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഒരു കുടുംബക്ഷേത്രത്തിൻ്റെ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോയപ്പോൾ ഈ തിരുനാവായയുടെ അടുത്ത് കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ഒരു ബന്ധു അദ്ദേഹം വന്ന് പറഞ്ഞത്, അവിടെ നേരിട്ട് പോയി അതിന് പങ്കെടുക്കുകയൊക്കെ ചെയ്തു ഒരു ദിവസം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ വലിയ പരിപാടിയാണ്, അവിടെ ലക്ഷങ്ങളാണ് വന്നു പോകുന്നത്. ശരിയാണ്, നമ്മളൊക്കെ കണ്ടു അപ്പോൾ ടി വി കൂടെയൊക്കെ. അപ്പോൾ ഈ ലക്ഷങ്ങൾ വന്നു പോകുമ്പോഴും അവിടെയുള്ള ചുറ്റുപാടുമുള്ള മറ്റു മതസ്ഥരായ മുസ്ലിങ്ങൾ എടുത്തു പറയാം, അവരുടെ സഹകരണം ഒരു വലിയ കാര്യമാണ് എന്ന് പുള്ളി എടുത്തു പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ചുറ്റുവട്ടമുള്ള ഭൂമികളൊക്കെ അവരൊക്കെ തന്നെയാണ് താമസിക്കുന്നതും, അവരൊക്കെ തന്നെ അവരുടെ കയ്യിലുള്ള ഭൂമികളാണ്, അത് കൈവശമുള്ള ഭൂമികളാണ്. അപ്പോൾ തീർച്ചയായും അവരെങ്ങനെ സഹകരിച്ചു എന്നുള്ളതാണല്ലോ അറിയേണ്ടത്. അവർ സഹകരിച്ചത് ഇങ്ങനെയാണ്, അവർക്കൊക്കെ അവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കി കൊടുത്തത്രേ. അപ്പോൾ ഈ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും അല്ല ഈ ഒരുക്കുന്നത്. അവരവരുടെ പ്രൈവറ്റ് സ്ഥലങ്ങൾ ഇവർക്ക് വേണ്ടി പാർക്കിങ്ങിനായിട്ട് പാർക്ക് ചെയ്യാം, പേ ആൻഡ് പാർക്ക് എന്ന ബോർഡും വെച്ച്, അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്നവരോട് 50 രൂപ ഇങ്ങനെ നിശ്ചിതമായിട്ട് ഒരു തുക നിശ്ചയിച്ചിട്ട് അത് പാർക്കിംഗ് ഫീസായി വാങ്ങിച്ചുകൊണ്ടാണ് അവിടെ അവർ ഈ സഹായങ്ങളൊക്കെ ചെയ്തെന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ശബരിമല ഉൾപ്പെടെയുള്ള നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം പണം ബിസിനസ് ചെയ്തും അല്ലാതെയും അവിടുത്തെ ഈ ഒരു തീർത്ഥാടന കാലത്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം ചെറുപ്പക്കാർ. ഞാൻ ഇതിന് നെഗറ്റീവായിട്ടോ എതിർത്തോ ഒന്നുമല്ല സംസാരിക്കുന്നത്, പക്ഷേ ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. അവർ ആണ് ആ സ്ഥലം മനസ്സിലാക്കി, ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ അവിടെ വരുന്ന ജനങ്ങളായിക്കോട്ടെ അവരുടെ കാരണങ്ങൾ, ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ തക്കതായ ബിസിനസ് അവിടെ സ്ഥാപിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അവരത് ചെയ്യും. അവർ അതിനായിട്ട് ജനിച്ചവരും ആയിരിക്കാം, ഒരുപക്ഷെ അവർ ബിസിനസ് ചെയ്യുന്ന സമൂഹമായിരിക്കാം, അവരുടെ ഫാമിലിപരമായിട്ടുള്ള ബിസിനസ്സായിരിക്കാം. പക്ഷേ അവരവിടെ തീർച്ചയായും വന്ന് പങ്കെടുത്ത് ഈ ഒരു ബിസിനസ് അവർ ഭംഗിയാക്കി നല്ല ലാഭം കൊയ്ത് തന്നെ അവിടുന്ന് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ശബരിമലയുടെ കാര്യം പോലെ തന്നെ ഈ മഹാമാഘ മഹോത്സവത്തിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. അപ്പം അവിടെ ഉള്ളവർ തന്നെ അതിൻ്റെ ഗുണം ഉണ്ടാക്കുന്നു എന്നതാണ് വ്യത്യാസം ഈ മഹാമാഘ മഹോത്സവത്തിൽ. അപ്പോൾ അതിന് ചുറ്റുവട്ടത്തുള്ള ധാരാളം വരുന്ന, വളരെ അധികം വരുന്ന, അത്രയധികം പോപ്പുലേഷനുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, അപ്പം അവരെ ഞാൻ സാമുദായികപരമായി വേർതിരിച്ച് കാണുന്നൊന്നുമല്ല, അവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ, യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ഇതിനാദ്യം എതിർത്തവർ ഒക്കെ ഇപ്പോൾ ഇതിന് മൗനാനുമതി നൽകിയിട്ട് ഇത് മിണ്ടാതിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെ നല്ലപോലെ അതിന് ഒരു അധ്വാനവും ഇല്ലാതെ പണം ഉണ്ടാക്കുന്നു. അവിടെ വരുന്ന ഭക്തജനങ്ങളിൽ നിന്ന് പൈസ അവർ വാങ്ങിക്കുന്നു. എന്നിട്ടാണ് അവർ ഈ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ അവിടെ സേവന സംഘടനകൾ പോലെ ഈ സേവാഭാരതി പോലുള്ള സംഘടനകൾ പോയി സേവനം ചെയ്ത് അവർക്ക് ആവശ്യമുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സന്നദ്ധരായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരെന്ത് സേവനമാണ് അവർ ചെയ്യുന്നത്? അവർ പണം ഉണ്ടാക്കുന്നു. മറ്റുള്ള ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ കൈക്കലാക്കിയിരിക്കുന്ന ഭൂമി വെച്ച് അവർ പണം ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളൂ, ഇതൊക്കെയാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ എന്ത് ഒരു ഉത്സവമാകട്ടെ, പണ്ടൊക്കെ നമുക്കറിയാം പള്ളിപ്പെരുന്നാളും ഉത്സവ പറമ്പുകളിലുമൊക്കെ, ക്ഷേത്രങ്ങളിലെ ഉത്സവ പറമ്പുകളിലുമൊക്കെ കച്ചവടം ചെയ്യുന്നവർ ഏത് ജാതിക്കാരാണ് നമുക്ക് നോട്ടമൊന്നുമില്ല. കാരണം എല്ലാവരും പോകുന്നു, നമ്മൾ എന്തൊക്കെയോ വാങ്ങിക്കുന്നു. നമ്മൾ വാങ്ങി ചിലപ്പോൾ ചെറിയ ചെറിയ കളിസാധനങ്ങളായിരിക്കാം പിള്ളേർക്കുള്ള, അല്ലെങ്കിൽ പൊട്ടുതൊട്ട് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കാം സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ നമ്മൾ കപ്പലണ്ടി കുടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചെറിയ ചെറിയ ബിസിനസ്സുകൾ. ഇതൊക്കെ നടത്തുന്ന ആരാണ്? ജാതിഭേദമന്യേ എല്ലാവരും നടത്തുന്നുണ്ട്. ഇതൊക്കെ എവിടെയും നടത്തിക്കോട്ടെ, പക്ഷേ ഇതിന് എതിർപ്പ് എന്തിന്? ഞാൻ ചോദിക്കുന്ന, ഇങ്ങനെയുള്ള മഹാ ഉത്സവങ്ങൾ വരുമ്പോഴൊക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത് സമുദായം നോക്കിയല്ല. അവിടെ ഗുണഭോക്താക്കളാകുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? അത് ആർക്കും ആകാം. അപ്പോൾ ഇതിനൊക്കെ ഇനി നാളെ അടുത്ത വർഷങ്ങളിലൊക്കെ ധാരാളം ഭക്തജനങ്ങൾ അവിടെ വരുമെന്നുള്ളതിന് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഈ വർഷത്തെ ഈ ഒരു അനുഭവം വെച്ച് വാരണാസി പോലുള്ള സ്ഥലത്ത്, അയോധ്യയിൽ രാമക്ഷേത്രം വന്നതോടുകൂടി അവിടെ ചുറ്റുവട്ടത്തും അവിടെ സമീപ സ്ഥലങ്ങളും ഒക്കെ വികസനത്തിൻ്റെ പാതയിലാണ് അവർ വികസിച്ച് കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ കച്ചവടമായാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ധാരാളം കൊടുക്കുന്നു. അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇവർക്ക് അവരുടെ ബിസിനസ് നടക്കും വേണ്ടി വന്നാൽ എന്നൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലത്തും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എല്ലാവരും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. അപ്പോൾ നമ്മൾ എതിർപ്പ് ആവശ്യമില്ല, സഹകരിച്ചു പോവുക. എല്ലാ കമ്മ്യൂണിറ്റികളുടെയും എല്ലാ സമുദായത്തിൻ്റെയും ഉത്സവ കാലങ്ങളൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിൽ പോയാൽ എല്ലാവർക്കും നന്നായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രസക്തമായ ഒരു സന്ദേശം. അപ്പം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും ഇനിയുള്ള കാലങ്ങളിൽ മഹാ ഉത്സവങ്ങളും സാമുദായിക സംഘർഷങ്ങളില്ലാതെ സാമുദായിക ഐക്യത്തോടു കൂടിയുള്ള എല്ലാ ഉത്സവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി. വീണ്ടും കാണാം. ജയ് ഭാരത്.